ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. ചാമ്പ്യൻസ് ട്രോഫിയിലെ അതിനിർണായക പോരാട്ടത്തിൽ അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിൽ തകർത്ത് പോരാടാൻ അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും ഇന്ന് കളത്തിലേക്ക് എത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് ബിയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ഓസ്ട്രേലിയയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും പോരാട്ടം മഴ മൂലം ഒരു പന്ത് പോലും എറിയാനാവാതെ കംപ്ലീറ്റ് മാച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിന് ശേഷം ഗ്രൂപ്പ് ബിയിലെ കാര്യങ്ങൾ സങ്കീർണതയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നമുക്ക് ഗ്രൂപ്പ് എയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഇതിനോടകം തന്നെ സെമി ഫൈനൽ ക്വാളിഫൈ ഉറപ്പാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ബിയിലേക്ക് വരുവാണെങ്കിൽ ഓസ്ട്രേലിയയ്ക്കും സൗത്ത് ആഫ്രിക്കയും ഇന്നലത്തെ മത്സരം ഉപേക്ഷിച്ചതോടുകൂടി 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 3 വീതം പോയിന്റുണ്ട്. അതിനാൽ തന്നെ ഇന്നത്തെ പോരാട്ടം അതിനിർണായകം തന്നെയാണ്. കാരണം ആദ്യ മത്സരം പരാജയപ്പെട്ടു വരുന്ന 2 ടീമുകളാണ് ഇംഗ്ലണ്ടും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും. ഇന്നത്തെ മത്സരം തോൽക്കുന്ന ടീമിന് പുറത്തേക്കുള്ള വഴി തെളിയും. അതിനാൽ തന്നെ അതിനിർണായക പോരാട്ടം തന്നെയാണ് ഇന്ന് ഗദാഫി സ്റ്റേഡിയത്തിൽ ലാഹോറിൽ അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടും മുഖാമുഖം വരുമ്പോൾ നടക്കാൻ പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ട് മാച്ച് പ്രിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ആദ്യ മത്സരത്തിൽ ഒരു തകർപ്പൻ സ്കോറൊക്കെ റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ടീമാണ് മുൻ ലോക ചാമ്പ്യന്മാർ കൂടിയായിട്ടുള്ള ഇംഗ്ലണ്ട്. ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫിയിൽ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ 350 എന്നൊരു കൂറ്റൻ സ്കോർ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു ഹയസ്റ്റ് ടീം ടോട്ടൽ കുറിച്ചിട്ടും പരാജയം ഏറ്റുവാങ്ങിയ ടീമാണ് ഇംഗ്ലണ്ട്. അതിനാൽ തന്നെ അവിടെ തന്നെ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീക്ക്നെസ് എടുത്തു പറയാൻ സാധിക്കും. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് വളരെ മികച്ച പ്രകടനം നടത്തുന്ന ടീമാണ് ഹഷ്മത്തുള്ള ഷാഹിദി നയിക്കുന്ന അഫ്ഗാൻ ടീം. പക്ഷേ ആദ്യ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയോട് ഒരു കിടപിടിച്ച പോരാട്ടം നടത്തിയതിന് ശേഷമായിരുന്നു അവർ തോൽവി ഏറ്റുവാങ്ങിയത്. അത്തരത്തിൽ വരുന്ന അഫ്ഗാനിസ്ഥാനെതിരെ ഇംഗ്ലണ്ടിന് അത്ര എളുപ്പത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കും. നമുക്കറിയാം, ലാഹോറിലെ പിച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മത്സരം മഴ മൂലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ മത്സരം നിർണായകം തന്നെയാണ്. പലവട്ടം ഞാൻ നിങ്ങളോട് പങ്കുവച്ച കാര്യം തന്നെയാണ്. ലാഹോറിലെ പിച്ച് എന്ന് പറയുന്നത് അത്ര ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല. ഇതുവരെ നടന്ന മത്സരങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത്ര ഹൈ സ്കോറിംഗ് വെന്യൂ നമുക്ക് പറയാൻ സാധിക്കില്ല. ബാറ്റിംഗ് സ്ട്രോങ് ആയിട്ടുള്ള 2 ടീമുകൾ തന്നെയാണ് അഫ്ഗാനിസ്ഥാനും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടും. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവിടെ ഏറ്റവും കരുത്ത് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കരുത്തുറ്റ സ്പിൻ നിരയാണ്. റാഷിദ് ഖാനും മുഹമ്മദ് നബിയും അതോടൊപ്പം തന്നെ നൂർ അഹമ്മദും അടക്കുന്ന അവരുടെ സ്പിൻ ത്രയം എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാരെ ഇന്ന് വരിഞ്ഞു കെട്ടാൻ പോകുന്നു എന്നത് അവരുടെ മത്സര ഫലത്തെ വളരെയധികം സ്വാധീനിച്ചേക്കാം. ഇരു ടീമുകളുടെയും ഒരു പ്രഡിക്റ്റഡ് പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാനിലേക്ക് വരുവാണെങ്കിൽ റഹ്മാനുള്ള ഗുർബാസും ഇബ്രാഹിം സത്തണ്ണുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സൈദുൽ അത്താൽ, അഹമ്മദ് ഷാ, ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷഹീദി, അസ്ബത്തുള്ള ഒമർ സൈബ്, ഗുൽബദീൻ നായിബ്, മുഹമ്മദ് നബി, റാഷിദ് ഖാൻ, ഫസൽ ഫറൂഖി, നൂർ അഹമ്മദ്. ഇംഗ്ലണ്ടിലേക്ക് വരുവാണെങ്കിൽ ഫിൽ സാൾട്ടും ബെൻ ഡക്കറ്റും ചേർന്ന കരുത്തുറ്റ ഓപ്പണിംഗ് സഖ്യം തന്നെ ആയിരിക്കും ഇന്നത്തെ മത്സരത്തിലും അഫ്ഗാനെതിരെ ഇന്നിങ്സ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ജാമി സ്മിത്ത്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ, ലിയാം ലിവിങ്സ്റ്റൺ, ജോഫ്ര ആർഷർ, ആദിൽ റഷീദ്, മാർക്ക് വുഡ്, ഗസ് അറ്റ്കിൻസൺ. നമുക്കറിയാം ഇതിനിടയിൽ ഇംഗ്ലണ്ടിനെ ഒരു സ്റ്റാർ ബോളർ പരിക്കേറ്റ് ചാമ്പ്യൻസ് ട്രോഫി റൂൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സമീപകാല പ്രകടനങ്ങളിൽ ഇംഗ്ലണ്ടിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത ബ്രൈഡൻ ക്യാഴ്സാണ് ചാമ്പ്യൻസ് ട്രോഫി റൂൾഡ് ഔട്ടായി പോയിട്ടുള്ളത്. അതിന് പകരം ജാമി ഓവർട്ടാണ് ഇംഗ്ലണ്ട് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുമുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ തകർപ്പൻ പോരാട്ടത്തിലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലെ ഇരു ടീമുകളുടെയും സാധ്യത 11. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മിക്സ് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.